ഹലോ ഗൈസ്, എല്ലാവർക്കും അമ്മ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പാടി ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഇതിനെ ഇവിടെ ഗോതമ്പാടി എന്നാണ് പറയുക. ഓരോ സ്ഥലത്ത് പല പേര് പറയും, എനിക്കറിയില്ല. അപ്പോൾ കണ്ടാലോ? അതിന് തന്നെ തുടക്കം ഗോതമ്പ് പൊടി എടുത്തിട്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുകയാണ്. ഇവിടെ 5 പേർക്കുള്ളതാണ്. ഇത് അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്ത് ക്ലീനാക്കി ഫൈനാക്കി എടുക്കുകയാണ്. ഇതിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്, ഗോതമ്പ് പൊടി കുറവുള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തു. നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട്, തരിയൊന്നും വരാണ്ടിരിക്കാൻ. അത് അരിച്ചു. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാണ്. എൻ്റെ വലിയമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. അതിൻ്റെ നല്ലോണം മിക്സ് ആക്കണം. അപ്പോൾ മിക്സിയിലേക്ക് കിടക്കാം. ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതൊരു പാത്രത്തിൽ 1/2 കപ്പ് സംതിങ് വെള്ളമാണ് ഒഴിക്കണത്. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഗോതമ്പ് അരി മാവാക്കി എടുക്കുക. ഡൗ എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പാക്കി എടുക്കാം. വലിയമ്മയാണ് ചെയ്യണത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് ഡൗ ആക്കി എടുക്കാം. അങ്ങനെ ഡൗ ആക്കി എടുത്തു. നല്ലോണം പരത്തിയിട്ട് ആക്കണ്. ഇതിൽ ഓയിൽ അങ്ങനത്തെ സംഭവമൊന്നും ആഡ് ചെയ്യണില്ല, ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇനി ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം. ഇവിടെ 5 പേർക്കുള്ള തേങ്ങയാണ്. ഒരു ഫുൾ തേങ്ങ എടുക്കുന്നുണ്ട്. അത് ചിരകിയിട്ട് ഫൈനാക്കി എടുക്കാം. അതിൻ്റെ വലിയ നാരൊന്നും വേണ്ട, ഇത് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് അത് കഷ്ണാക്കുന്നുണ്ട്. അങ്ങനെ അതെടുത്തു. ആവശ്യത്തിനുള്ള ശർക്കര ചുരണ്ടണം. അത് വലിയമ്മയാണ് ചെയ്യണത്. ഇവിടെ 2 വലിയ ശർക്കരയാണ് എടുക്കണത്. പല ടൈപ്പ് ശർക്കര ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇത് നല്ല മധുരത്തിനുള്ള രീതിയിൽ ഇടണേ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എടുക്കുന്നുണ്ട്. നല്ല വാഴയില എടുത്തു. ഇവിടെ നമ്മൾ 10 എണ്ണമാണ് ഉണ്ടാക്കണത്. ഓരോരുത്തർക്ക് 2 എണ്ണം വെച്ച് കണക്കാക്കിയിട്ട് അങ്ങനെ മാവ് കുഴച്ച് കറക്റ്റ് വേണ്ട പീസാക്കി എടുത്തു. അതിൻ്റെ വാഴയിലയിൽ കുറച്ച് വെള്ളമാക്കി അതിൻ്റെ അതിലാക്കാം. ഇത് വെച്ച് നല്ലോണം പരത്തി കൊടുക്കണം. ഇത് ക്ലീനാക്കി ആക്കുന്നുണ്ട്. അല്ല, ക്ലീനാക്കിയതാണ്, അതിലൊന്നും ക്ലീൻ ആക്കണം. കറക്റ്റ് സൈസൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഇതെടുത്തു, മാവെടുത്തു. നല്ലോണം പരത്തി കൊടുക്കാം. അങ്ങനെ നിങ്ങൾ പരത്തി കൊടുക്കാൻ കാണും. ഇത് നല്ല ചൂടായി തന്നെ ഫാനിൻ്റെ അടുത്തിരുന്നാണ് വോയിസ് ഓവർ ചെയ്യണത്. അതുകൊണ്ടാണ് ഈ സൗണ്ടൊക്കെ കാണാം, അത് ക്ഷമിക്കണം. നല്ലോണം പരത്തിയാക്കിയിട്ട് റൗണ്ട് ഷേപ്പ് ആക്കാം. അത് മൊത്തം കവറാവും വേണം. അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ട് മടക്കാൻ പറ്റും വേണം. അങ്ങനെ ടൈപ്പ് വേണം നോക്കാൻ. ഇത് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ സ്റ്റെപ്പ് കാണിക്കാൻ കൊണ്ടാണ് 4 മിനിറ്റിൽ കൂടിയത്. അത് നമുക്ക് ഷോർട്ടാക്കി 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ആയിരുന്നു. അതിന് ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വെച്ചിട്ടാണ്. അങ്ങനെ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ കറക്റ്റ് വീതം വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന ശർക്കര ഇത്ര വേണം അങ്ങനെ. അപ്പോൾ കറക്റ്റ് അളവിട്ട് പരത്തിയിട്ട് മടക്കാണ്. വേറെ അതിൽ വെച്ച് നോക്കുന്നുണ്ട് കറക്റ്റ് സൈസാണെന്നൊക്കെ. കറക്റ്റ് സൈസായി നമ്മൾ മടക്കി സെറ്റാക്കാൻ വെച്ചു. ഈ വർക്കിനിടയിൽ മുന്തിരിങ്ങ വളർന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മുന്തിരിങ്ങ നിന്നു, അത് വീഡിയോ ഉൾപ്പെടുത്തി വെറുതെ രസം. അതൊക്കെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആവി കയറ്റണ സ്റ്റെപ്പായി. ഇവിടെ നമ്മൾ ആവി കയറ്റിയിട്ടാണ് ചെയ്യണേ. നിങ്ങൾക്ക് വറുത്തെടുത്തും ചെയ്യാം. വെച്ചാൽ ചപ്പാത്തി ചൂടില്ലേ, അതേപോലെ ചൂട്ടെടുക്കാം. പക്ഷേ ഇവിടെ ആവിയിലാക്കാണ്. ഇതാണ് വേഗം പണി കഴിയും. അതിനിടയ്ക്ക് 3-4 വെച്ച് തീർക്കാനും പറ്റും. പിന്നെ സമയം നമുക്കധികമില്ലേ. ഇതാണെങ്കിൽ 1 മിനിറ്റ് 1.5 മിനിറ്റ് വേവിച്ചാൽ മതി. മറ്റേത് ഓരോന്നിങ്ങനെ വേവിക്കുമ്പോൾ കുറേ ഗ്യാസും ചിലവാണ്, നല്ല ടൈം എടുക്കും. നല്ല ആവി കാണാം. അപ്പോൾ റെഡി വരുന്നുണ്ട്. ഞാൻ ഉമ്മ തുറന്നെടുത്തു. എല്ലാം എന്ത് നല്ല ചൂടായതുകൊണ്ട് ഫസ്റ്റ് കൈയൊക്കെ എടുക്കാൻ നോക്കി. ഞാൻ കൈയൊക്കെ പൊള്ളിയതുകൊണ്ട് തുണിയൊക്കെ ആക്കി. അതെനിക്ക് കാണാം. അങ്ങനെ എടുത്തു. ലാസ്റ്റ് ടാസ്ക് ആയപ്പോൾ തുണി കൊണ്ട് എടുത്തു. ലാസ്റ്റ് അത് കൈകൊണ്ട് എടുത്തു. അങ്ങനെ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി, നല്ല രസമാണ്. ഇത് ഞാൻ പീസാക്കി കഴിക്കാൻ പറ്റില്ല, ക്ലിപ്പൊക്കെ ഇട്ടുകൊണ്ട് കടിച്ചിടാൻ പറ്റില്ല. ഞാൻ കൂടെ കട്ടൻ ചായ ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.